വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയാണ്. നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തിക്ക് പകരമായിട്ടും പത്തിരിക്ക് പകരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് വലിയ ജീരകമാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ രീതിയിലാണ് ഇത് ഒതുക്കിയെടുക്കേണ്ടത്. ഈ തേങ്ങ ഒതുക്കിയത് ഇനി വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. 2.5 കപ്പ് വെള്ളമായിരുന്നു എടുത്തിരുന്നത്. അതിലേക്ക് 1.5 കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് വെള്ളം കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യാം. പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിനും വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് ടൈറ്റ് ആവുന്നവരെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കറി വെക്കണം. അപ്പം നമ്മൾ എങ്ങനെയാണോ ബീഫ് കറി വെക്കുന്ന ആ രീതിയിൽ തന്നെ വെച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് 2 തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അധികം ലൂസായി പോകാൻ പാടില്ല കറി. ബീഫൊന്ന് വെന്ത് കിട്ടാനും അതേപോലെ തന്നെ ഒരു കുറച്ച് ചാറും കൂടിയും വേണം ഈ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ബീഫൊക്കെ വെന്തണമെന്ന് നോക്കണം. ഇനി നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂട് അധികം ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത്ര തന്നെ സോഫ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കുഞ്ഞിപ്പത്തിരി. നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പാകമാകുമ്പം തന്നെ നമ്മളിത് കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി തടവി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് പൊടി എടുത്ത് ഇതേപോലെ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശായിട്ട് എടുത്ത് ഇതേപോലെ റൗണ്ടാക്കിയതിന് ശേഷം കൈ വെച്ച് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാം വാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ പൊടികളും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഒരുപാട് വലുപ്പത്തിലാക്കരുത്, ഈ ഒരു സൈസിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാക്കാനുള്ള എളുപ്പത്തിൽ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടി തടവി കൊടുത്തിട്ട് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാനാണ് ഈ ഒരു സ്നാക്സിന് കുറച്ചൊരു പണിയായിട്ടുള്ളത്. എന്നാലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഒരല്പം ഓയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റീമർ ഉണ്ടെങ്കിൽ ഒന്നായിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇനി ഇതൊന്ന് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ നിന്ന് നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടുന്നൊന്നുമില്ല, ഒരു പീസ് കഴിച്ച് നോക്കിയിട്ട് ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാല് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. ഒരു അരമുറി തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കുഞ്ഞിപ്പത്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കുഞ്ഞിപ്പത്തിരി ചേർത്ത് കൊടുക്കും. അപ്പോൾ കറിക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുഞ്ഞിപ്പത്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നവരെ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞിപ്പത്തിരിയിലേക്ക് നമ്മുടെ ഇറച്ചിയുടെയും അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും കറിയുടെ മസാലയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങി വരിക. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം, ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് കുഞ്ഞിപ്പത്തിരിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ അരമണിക്കൂർ നമ്മൾ അടച്ചു വെക്കുമ്പം കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് ഇതേപോലെ ഒന്നായി കിട്ടും. അപ്പോൾ അരമണിക്കൂർ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഞ്ഞിപ്പത്തിരിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിരി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കുഞ്ഞിപ്പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.